ഞാൻ ഈ ഹോമിയോപ്പതിയെ പറ്റി വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഓക്കെ ഹോമിയോപ്പതി പഞ്ചാര മുട്ടായാണ്, നമുക്കറിയാം, അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്, അത് സ്യൂഡോ സയൻസ് ആണ്. പക്ഷെ ആയുർവേദം അതിനകത്ത് എന്തോ ഇല്ലേ? ഒന്നുമില്ല. ആയുർവേദവും സ്യൂഡോ സയൻസ് ആണ്. ആയുർവേദത്തിന്റെ ബേസിക്സിലുള്ള ത്രിദോഷം ഇതിന് യാതൊരുവിധ തെളിവുമില്ല. ഇതിന്റെ ഒറിജിൻ തന്നെ ഇത് ബ്രഹ്മാവിന്ന് പകർന്നു കിട്ടി, അങ്ങനെയൊക്കെയാണ് ഇവർ പഠിക്കുന്നത്. ഏറ്റവും വലിയ കോമഡി എന്താണെന്നാൽ മനുഷ്യ ശരീരത്തിൽ എത്ര എല്ലുകളുണ്ടെന്ന് ചോദിച്ചാൽ ഇവർ പഠിക്കുന്നത് 300, 360 ഒക്കെയാണ്. ചരക സംഹിതയിൽ 360, ശുശ്രുത സംഹിതയിൽ 300. ആക്ച്വലി നമുക്ക് 206 എല്ലുകളേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടോ ഈ മോഡേൺ മെഡിസിൻ തള്ളിയിട്ട് ആയുർവേദത്തിൽ വന്ന് സുഖമായി പോയവരുടെ, ആയുർവേദത്തിൽ വന്ന് പണി കിട്ടിയവരുടെ കഥ കേട്ടിട്ടുണ്ടോ? കോവിഡ് ടൈമിൽ ആയുഷ് മന്ത്രാലയം കുറെ ഗൈഡ് ലൈൻസ് ഇറക്കി. അതിലൊന്നാണ് നിങ്ങൾ ഗിലോയ് കഴിക്കണമെന്ന്. ഗിലോയ് എന്നാൽ ടീനോസ്പോറ കോർട്ടിഫോള. ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇത് കുടിക്കാൻ തുടങ്ങി. പതഞ്ജലിയാണ് ഇത് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത്. അങ്ങനെ ഇത് കഴിച്ച കുറെ പേരിൽ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ലിവർ ഇഞ്ചുറി റിപ്പോർട്ട് ചെയ്തു. ബോംബെയിലുള്ള ഹോസ്പിറ്റലിലാണ് ഇത് ആദ്യം പബ്ലിഷ് ചെയ്തത്. പുറകെ ഇതിന്റെ ഒരുപാട് പഠനങ്ങൾ വരാൻ തുടങ്ങി. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ ഡിസീസിന്റെ ഔദ്യോഗിക പേജിൽ വരെ ഇതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ വന്നു. അന്നേരം ആയുഷ് മന്ത്രാലയം എന്താ പറഞ്ഞെന്നറിയാവും? ആബ്സല്യൂട്ട് ഫേക്ക് ന്യൂസ്. പിന്നെയും ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പഠനങ്ങൾ വന്നു. അന്നേരം ആയുഷ് മന്ത്രാലയം പറഞ്ഞത്, ഇവർക്ക് ഈ മോഡേൺ മെഡിസിൻകാർക്ക് ടീനോസ്പോറ കോർട്ടിഫോള കണ്ടാൽ തിരിച്ചറിയത്തില്ല, ആ ഇലയൊന്നും കണ്ടാൽ ഇവർക്ക് അറിയത്തില്ല, ഇവർ ഉപയോഗിക്കുന്ന ടീനോസ്പോള ക്രിസ്പയാണ്, അതിനാണ് ഇങ്ങനത്തെ കുഴപ്പം, അത് ഞങ്ങൾക്ക് അറിയാം, ടീനോസ്പോള കോർട്ടിഫോള സേഫ് ആണ്, ഗിലോയ് നിങ്ങൾക്ക് കഴിക്കാം എന്നാണ് ആയുഷ് മന്ത്രാലയം പറഞ്ഞത്. അങ്ങനെ അവർ പറഞ്ഞപ്പം ഓൾറെഡി ഈ ടീനോസ്പോറ കോർട്ടിഫോളയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പില്ലേ, അവർ ഈ പേഷ്യൻസിനെ ഇന്ന് ചെടികളൊക്കെ വാങ്ങിയിട്ട് അതിനെ DNA ബാർകോഡിങ് ചെയ്തു. അന്നേരം മനസ്സിലായി ഈ ചെടി ടീനോസ്പോറ കോർട്ടിഫോള തന്നെയാണെന്ന്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ആയുഷിന്റെ വാക്ക് കേട്ട് ഗിലോയ് കഴിച്ച പല ആൾക്കാരും ഇപ്പോഴും ഇമ്മ്യൂണോ സപ്രഷൻ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കതിൻ്റെ എന്ത് ആവശ്യം ഉണ്ടായിരുന്നു?